ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലാക്ക് ബീസ് DK ഡയറി. ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തൂ. നാടിനെ മിസ് ചെയ്യുന്ന പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ മൊത്തം ഒന്ന് കാണിച്ച് നമ്മുടെ കണ്ടവും താറാകുഞ്ഞുങ്ങളെയൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ട് പെട തുടയ്ക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ചെക്കനും ഓലക്കാലും മറ്റ് സാധനങ്ങളെല്ലാം കത്തിക്കാനുള്ളത് റെഡിയാക്കി വെക്കേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് തീ കൊടുത്ത് നമ്മൾ കത്തിച്ചതിന് ശേഷം മാത്രമേ അടുത്ത പണിയിലേക്ക് വരാവുള്ളൂ. തീ വിറകിനെല്ലാം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അതിന് മുമ്പേ നമ്മൾ അടുപ്പ് സെറ്റാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുപ്പിൻ്റെ കാര്യത്തിൽ സെറ്റെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയ സാധനം മൊത്തം മണ്ണിൽ നിന്ന് ഇറക്കി പെറുക്കേണ്ടി വരും. നന്നായിട്ട് പെറുക്കി നമ്മുടെ ചട്ടി നല്ല ചൂട്, അതാണ് നമ്മുടെ സ്ഥിരം ചീനിച്ചട്ടി. നമ്മൾ തീ കത്തിച്ചതിന് ശേഷം ചട്ടി ചൂടാകുന്നത് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുക. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഐറ്റവും പിടിക്കത്തുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ നല്ല ഒന്നാം തരം നാടൻ എണ്ണ, തേങ്ങ ആട്ടിയെടുത്ത എണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എണ്ണ ഒരു സൈഡ് ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കൂട്ടുണ്ട്, KFCയുടെ ഒരു കൂട്ട്. കുറച്ച് ഓട്സും സാധനങ്ങളും ഒക്കെ ഇട്ട് അല്ലറ ചില്ലറയിട്ട് പെറുക്കി വാരി പൊടിയുടെ ഒരു സാധനം ഇട്ടേക്കണം. ആ സാധനം എന്താണെന്ന് റെസിപ്പിയൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നമ്മളത് ശരിയാക്കി തരാം. നല്ല ചിക്കൻ നല്ല മസാലയൊക്കെ പുരട്ടി ഫ്രീസറിൽ ഒരു 4-5 മണിക്കൂർ വെച്ചിരുന്ന സാധനം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കുഴച്ച് പറിച്ചെടുത്തതിന് ശേഷം എല്ലാം എടുത്ത് ആ സാധനം എത്തിച്ചേരാൻ നിൽക്കണം. എല്ലാം നന്നായിട്ട് പുരട്ടിയിട്ടതിന് ശേഷം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് അങ്ങോട്ട് എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ടാണ് ഒരു പടപട പൊങ്ങി വരാഞ്ഞത്. സാധനം അങ്ങോട്ട് കത്തിക്കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ആ ക്രിസ്പി ആവുന്നത് നമുക്ക് ലൈവ് കാണേണ്ടി വരും. അല്ല, ഒന്നാന്തരമായിട്ട് ലൈവായിട്ട് ആ സാധനം അങ്ങോട്ട് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് തീ അധികം കത്തിക്കാതെ ശ്രമിക്കുക. കുറച്ച് തീയിലിരുന്ന് പോവുക, അല്ലെങ്കിൽ കരി പിടിക്കാൻ സാധ്യതയുണ്ട്. ചീനിച്ചട്ടി ഇട്ടൊന്ന് തിരിച്ചും മറിച്ച് അവനെ ഇങ്ങനെ കളിപ്പിക്കുന്നത് അതിനിടയ്ക്കുള്ള ഒരു സുഖമാണ് കേട്ടോ. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറുമുറ ചിക്കൻ മാറിയിട്ട് കരിവരി ചിക്കൻ ആകാൻ പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. എണ്ണയ്ക്കത്തൊക്കെ നല്ല മഞ്ഞ കളർ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം 2 ഫോസൊക്കെ കൊടുത്ത്, ഞാൻ ഇവിടെ 4 ഫോസൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ചിക്കൻ അങ്ങോട്ട് കറുമുറ ക്രിസ്പി ആയിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടും. പ്രത്യേകം നമ്മുടെ ഒരു ഫ്ലേവർ സാധനം നമ്മൾ വാഴയിലേക്കകത്ത് ഇത് ഉപയോഗിക്കുന്നുള്ളൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മൾ വാഴയിലേക്കകത്ത് ഇവനെ എണ്ണ തീരെ പറ്റിച്ചെടുത്ത് തട്ടാൻ നോക്കുക. ഏത് നല്ല എണ്ണയാന്ന് പറഞ്ഞാലും എണ്ണ നല്ല കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധനമാണ് ഈ എണ്ണ. സാധനം ഫുള്ള് നമ്മൾ ഇലയിലേക്ക് പറ്റി പിടിപ്പിച്ചതിന് ശേഷം പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഡിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നല്ല നാടനൊരു വാഴയില വെട്ടി കഴുകി വൃത്തിയാക്കി നമ്മുടെ ചെറുക്കനെ നന്നായിട്ട് തേച്ച് കഴിയും. നല്ല രീതിയിൽ തേച്ച് കഴുകിയെടുത്തതിന് ശേഷം സാധനത്തിലേക്ക് പെറുക്കി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഒരു 5 മിനിറ്റ് പരിപാടിയാണ് അത്. എത്ര ഡിസൈൻ ചെയ്യാൻ അറിയാം, നമ്മൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒന്നും പഠിച്ചിട്ടില്ല. അതായത് കുഴപ്പമില്ല, നമ്മൾ നല്ല അടിപൊളിയായിട്ട് 2 റൗണ്ട് വട്ടത്തിൽ അടുക്കി വെച്ച് സാധനം എല്ലാം അടുക്കി വെച്ചിട്ട് കുറച്ച് ഫോഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്, കാരണം നമ്മളിതിന് വേണ്ടി എടുക്കുന്നതല്ലേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ നമ്മൾ പൊടിയൊക്കെ വാരി വിതറിയതിന് ശേഷം പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കുപ്പൂസ് അടുക്കി പെറുക്കി വെച്ചിട്ട് മയണൈസ് അതിൻ്റെ പുറത്തൊഴിച്ച്, ചിലർക്ക് മയണൈസ് ഇഷ്ടമല്ലാത്തവർ കഴിക്കേണ്ട കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ സോസ് 4 റൗണ്ട് സോസ് കോരി ഒഴിച്ച്, സോസും അധികം കഴിക്കുന്നത് ഡേഞ്ചറാണ്. അതുകൊണ്ട് സോസ് നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. സോസ് എടുക്കുക, 4 സൈഡിലും സോസ് ഇങ്ങനെ കറക്കി ഒഴിച്ചാൽ പിന്നെ ഈ സാധനം നമ്മൾ ഉള്ളിലാക്കണത് എങ്ങനെയാണെന്ന് ആലോചിക്കാം. അതിനുവേണ്ടി നമ്മൾ നല്ലൊരു മുഴുത്ത ലെഗ് പീസ് എടുത്തിട്ട് കടിച്ച് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ഭാഗം കടിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. പേട്ടക്കൻ സാധനം എന്ന് പറയാൻ നമുക്ക് ഒരു മടിയും വേണ്ട, കാരണം ഇത് നാട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക.